ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷും കൺമണിയും മതിമറന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും ശല്യമില്ലാതെ അവരുടേതായ ലോകത്ത് വളരെ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുകയാണ്. കൃഷനും കൺമണിക്കും ദേവ്ജിയാണ് പ്രണയിക്കാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നതെന്ന് ആന്റിയമ്മ സാഗറിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ സാഗർ അലികയിലേക്ക് വരികയാണ്. അലികയിലെത്തി മഹയെയും ദേവ്സാറിനെയും കാണുന്നുണ്ട്. സാഗർ വളരെ ദേഷ്യത്തോടുകൂടി തന്നെയാണ് സാഗർ ദേവ്ജിയോട് പെരുമാറുന്നത്. സാഗർ ദേവ്ജിയോട് പറയുന്നുണ്ട്, കൃഷ്ണനും കൺമണിക്കും വളം വെച്ചു കൊടുത്തത് ദേവ്ജി കൂടിയാണ്. ആസിക്കേണ്ടിടത്ത് അവരുടെ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദേവ്ജി ചെയ്തതെന്ന് സാഗർ ദേവ്സാറിനോട് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവ്ജിയും മഹിയും ഒന്നും മിണ്ടാതെ കൈകെട്ടി നിൽക്കുകയാണ്. വീണ്ടും സാഗർ പറയുന്നുണ്ട്, എല്ലാം അവരുടെ എടുത്തുചാട്ടമായിരുന്നു, ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ദേവ്ജി തന്നെ അവരെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത് എന്ന് സാഗർ പറയുമ്പോ ദേവ്ജി അത്രയും നേരം മിണ്ടാതിരുന്ന് പിന്നീട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗറെ, കൃഷി എന്തു എടുത്തുചാട്ടമാണ് കാണിച്ചതെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ തിരിച്ച് എന്തു മറുപടി പറയണമെന്നറിയാതെ വാക്കുകൾക്ക് വേണ്ടി തപ്പിത്തടയുന്നുണ്ട് സാഗർ. ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ ഞാനോ നീയോ ആരുമല്ല എന്ന് ദേവ്സാറ് പറയുമ്പോ സാഗർ പറയുന്നുണ്ട്, പിന്നെ ആരാണ് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോ ദേവ്സാറ് പറയുന്നുണ്ട്, കൃഷി പറയണം. കൃഷിന് കൺമണിയെ ഇഷ്ടമാണെങ്കിൽ അത് നടത്തി കൊടുക്കണമെന്ന് ദേവ്ജി പറയുന്നുണ്ട്. പിന്നീട് സുജാത ഹേമയോട് പറയുന്നുണ്ട്, കൃഷി വിവാഹ നിശ്ചയം ചെയ്ത പെണ്ണിനെ തന്നെ അവൻ കല്യാണം കഴിച്ചിരിക്കും. മാനസിയാണ് ഞങ്ങളുടെ മരുമോൾ, അതിലിനി ഒരു മാറ്റവുമില്ല. കൺമണി അവൾ വെറും അലിഗയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് എന്നൊക്കെ സുജാത ഉറച്ച തീരുമാനത്തോടുകൂടി ഹേമയോട് പറയുന്നുണ്ട്. പിന്നീട് മാനസിയും വരുണും കൂടി ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കൃഷ്ണനും കൺമണിക്കുമായിട്ട് ഒരു പണി കൊടുക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണനും കൺമണിയും പൊന്നുമേട്ടിൽ ഒരു സ്ഥലത്ത് വെച്ച് സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണ കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, ഇപ്പോ എന്റെ ലോകവും ജീവിതവും എല്ലാം നീയാണ്. നീ എന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. എന്തൊക്കെ വന്നാലും ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ എന്ന് കൃഷ്ണ കൺമണിയോട് പറയുന്നുണ്ട്. കൺമണിക്ക് ഇതെല്ലാം കേൾക്കുമ്പോ വളരെ സന്തോഷമാവുകയാണ്. ആ സന്തോഷത്തിൽ കൺമണി അപ്പൊ തന്നെ കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ കൺമണി ആ ഉമ്മ കൊടുക്കുമ്പോൾ കൃഷാകെ ഞെട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷവുമുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. എന്തായാലും കൃഷിയും കൺമണിയും മതിമറന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനസിയും വരുൺ കൂടി ചേർന്ന് അവർക്കൊരു പണി ഒരുക്കുന്നുണ്ട്. സാഗറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ദേവ്സാറിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.